ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം. ശ്രീമൻ നാരായണീയത്തിലെ 4-ാമത്തെ ദശകത്തിലെ 14-ാമത്തെ ശ്ലോകം ചൊല്ലിയിട്ട് നമുക്ക് അർത്ഥം മനസ്സിലാക്കാം കേട്ടോ. ഇതുവരെയുള്ള ദശകങ്ങളിലെ ശ്ലോകങ്ങളൊക്കെ ഓരോ ശ്ലോകങ്ങളായിട്ട് അർത്ഥസഹിതം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിന്റെ വീഡിയോസ് ഞാൻ പ്ലേ ലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. കാണാത്തവരുണ്ടെങ്കിൽ കാണൂ. അപ്പോ ഇതില് ബ്രഹ്മാണ്ഡ ഭേദനത്തെ കുറിച്ചിട്ടാണ് വിവരിക്കുന്നത്. കഴിഞ്ഞ ശ്ലോകത്തില് ക്രമമുക്തി ആഗ്രഹിച്ചിട്ട് സൂക്ഷ്മ ശരീരത്തോടുകൂടി വന്ന ആത്മാവ് ആ ഭൂമിയുടെ ഓരോ ലോകങ്ങൾ, ഭൂമിക്ക് മുകളിലുള്ള ഓരോ ലോകങ്ങളൊക്കെ കണ്ടിട്ട് അതിനുശേഷം ഈ ബ്രഹ്മലോകത്തിലെത്തി. എത്തിയിട്ട് അവിടെ ബ്രഹ്മലോകത്തിലോ വിഷ്ണു ലോകത്തിലോ എവിടെയെങ്കിലും താമസിച്ചിട്ട് ആ ബ്രഹ്മപ്രളയം ഉണ്ടാവുന്നവരെ അവിടെ താമസിക്കാം. ആ ബ്രഹ്മപ്രളയം ഉണ്ടാവുന്ന സമയത്ത് എല്ലാം ആ പരമാത്മാവിന് ലയിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഈ ആത്മാവിനും ലയിച്ചിട്ട് മോക്ഷം കിട്ടും. അതല്ല, അതിനു മുമ്പ് തന്നെ മോക്ഷം കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സ്വേച്ഛയാ തന്റെ ഇഷ്ടപ്രകാരം, സ്വന്തം ഇഷ്ടപ്രകാരം ആ യോഗശക്തി കൊണ്ട്, അവരവരുടെ ആ യോഗശക്തി കൊണ്ട് എന്ത് ചെയ്യാം, ആ ബ്രഹ്മാണ്ടത്തെ പിളർന്നിട്ട് ആ പരമാത്മാവിൽ പോയിട്ട് ലയിക്കാം. അങ്ങനെയും മോക്ഷം കിട്ടാം. അപ്പൊ രണ്ടു തരത്തിലുള്ള ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കി. പിന്നെ ഈ ശ്ലോകത്തില് ആ സൂക്ഷ്മ ശരീരത്തോടു കൂടി വന്ന ആത്മാവ് ആ ബ്രഹ്മാണ്ടത്തെ പിളർന്നിട്ട് എങ്ങനെയാണ് പുറത്തു പോകുന്നത്, എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്, ഈ ബ്രഹ്മാണ്ഡ ഭേദനത്തെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പൊ ശ്ലോകം ഞാൻ ഒന്ന് ചൊല്ലിയിട്ട് നമുക്ക് അർത്ഥം മനസ്സിലാക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. തസ്യ ജച്ഛിതി പയോ മഹോ നിലദ്യോ മഹത് പ്രകൃതി സപ്തകാവൃതി തത്തദാത്മഗതയാ വിശൻ സുഖി യാതി ദേവതമനാവൃതം വിഭോ. നമുക്ക് ഓരോ വാക്കുകളായിട്ട് അർത്ഥം നോക്കാം. തസ്യജ എന്ന് പറഞ്ഞ, തസ്യ പറഞ്ഞ അതിന്റെ, ആ ബ്രഹ്മാണ്ടത്തിന്റെ, അല്ലെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ ബ്രഹ്മാണ്ടത്തെ കുറിച്ചിട്ടല്ലേ പറഞ്ഞത്, ആ ബ്രഹ്മാണ്ടത്തിന്റെ ക്ഷിതിപയോ മഹോനിലദ്യോമകത് പ്രകൃതി സപ്തകാവൃതി. സപ്തകാവൃതി, സപ്തം പറഞ്ഞ എന്താണ്? 7. സപ്തകാവൃതി പറഞ്ഞ 7 ആവരണങ്ങൾ. ഈ ബ്രഹ്മാണ്ടത്തിന് 7 ആവരണങ്ങളുണ്ട്. ഈ 7 ആവരണങ്ങളെ ഭേദിക്കുക. അപ്പൊ ഈ 7 ആവരണങ്ങൾ ഏതൊക്കെയാണെന്ന് അതാണ് ഈ പറയുന്നത് കേട്ടോ. ക്ഷിതി പറഞ്ഞു കഴിഞ്ഞാല് ഭൂമി. പയോമഹോനില ദ്യോമഹത്, പയസ് പറഞ്ഞ ജലം, വെള്ളം. പിന്നെ മഹ പ്ലസ് അനിലൻ. മഹ പറഞ്ഞു കഴിഞ്ഞാല് ആ തേജസ്, അഗ്നി. അനിലൻ പറഞ്ഞു കഴിഞ്ഞാല് വായു, കാറ്റ്. അപ്പോ പിന്നെ ദ്യോഹു പറഞ്ഞു കഴിഞ്ഞാല് ആകാശം. അപ്പൊ ആ പഞ്ചഭൂതങ്ങളെയാണ് പറയുന്നത്. ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം, ആ പഞ്ചഭൂതങ്ങള്. പിന്നെ മഹത് പറഞ്ഞാൽ ആ മഹത് തത്വം. പ്രകൃതി പറഞ്ഞാൽ മായ. അപ്പൊ അങ്ങനെയുള്ളതാണ് 7 ആവരണങ്ങൾ. സപ്തകാവൃതി, 7 ആവരണങ്ങൾ എന്ന് പറയുന്നത് ആ പഞ്ചഭൂതങ്ങളും മഹത്തത്വവും പിന്നെ മായയും. അതാണ് 7 ആവരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഈ 7 ആവരണങ്ങളെ ഭേദിക്കുക. അപ്പോ ഈ ആത്മാവ് സൂക്ഷ്മ ശരീരവുമായിട്ടാണ് വന്നിട്ടുള്ളത്, അല്ലെ? ഈ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് പഞ്ചപ്രാണങ്ങളും മനസ്സ്, ബുദ്ധി, 5 ജ്ഞാനേന്ദ്രിയം, 5 കർമ്മേന്ദ്രിയം, അതാണ് ഈ സൂക്ഷ്മ ശരീരം. അപ്പോ എന്ത് ചെയ്യണം? ഈ ആത്മാവ് ഈ സൂക്ഷ്മ ശരീരത്തെയും കൊണ്ട് ഈ
ഏഴ് ആവരണങ്ങളെ ഭേദിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ആ ജീവാത്മാവ് മാത്രം പരമാത്മാവിൽ പോയിട്ട് ലയിക്കുന്നു. അതാണ്. അപ്പോ അതാണ് പറയുന്നത്. ഇനി തത്തദാത്മകതയാ വിഷൻ സുഖി, തത്തദാത്മകതയാ വിഷൻ സുഖി, അതതിന്റെ സ്വരൂപത്തിന്റെ ആ ഓരോ ആവരണത്തിലും ആവരണങ്ങളെയും അതതിന്റെ സ്വരൂപത്തിന്റെ ആ സൂക്ഷ്മ ശരീരവുമായിട്ട് പ്രവേശിച്ച് അതിൽ ലയിച്ചിട്ട് എന്ത് ചെയ്യണം? ലയിച്ചിട്ട് സുഖി, ആ പരമാനന്ദത്തെയൊക്കെ അനുഭവിച്ചിട്ട് യാതിതേ പദമനാവൃതം വിഭോ, യാതി പറഞ്ഞ എത്തിച്ചേരുന്നു, വിഭോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭഗവാനെ എങ്ങനെ വിളിക്കുകയാണ്? എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാനെ എന്ന് വിളിക്കുകയാണ്. വിഭു, ഭഗവാനെ വിളിക്കുകയാണ്. തേ പദമനാവൃതം, തേ അനാവൃതം പദം യാതി. അപ്പോ തേ ആ നിന്തിരുവടിയുടെ അനാവൃതം, ഒരു ആവരണവുമില്ലാതെ, ഒരു മറവുമില്ലാതെ ആ പരബ്രഹ്മമാകുന്ന ആ പദത്തില് എന്ത് ചെയ്യുന്നു? യാതി, എത്തിച്ചേരുന്നു. ആ പരബ്രഹ്മമായ ആ പദത്തില് എത്തിച്ചേരുന്നു. അല്ലയോ ഭഗവാനെ, അല്ലയോ വിഭോ എന്ന് വിളിക്കുകയാണ്. അപ്പോ ഈ ഏഴ് ആവരണങ്ങളെയും ഭേദിച്ചുകൊണ്ട് എന്താ ചെയ്യുന്നത്? ഈ സ്ഥൂല സൂക്ഷ്മ ശരീരത്തെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ആ ജീവാത്മാവ് മാത്രം എന്ത് ചെയ്യുന്നു? ആ പരമാത്മാവിൽ പോയിട്ട് ലയിക്കുന്നു. ജീവാത്മാവ് മാത്രം ആ പരബ്രഹ്മ സ്വരൂപിയായിരിക്കുന്ന ആ ഒരു മറവുമില്ലാത്ത ആ പരബ്രഹ്മത്തില് പോയിട്ട് ലയിക്കും. അങ്ങനെ സായുജ്യം നേടുന്നു, അങ്ങനെ മോക്ഷം നേടുന്നു, അങ്ങനെ ആത്മസാക്ഷാത്കാരം നേടുന്നു. പിന്നെ ആ പരമാത്മാവിൽ പോയിട്ട് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരില്ല, പിന്നെ വേറൊരു ശരീരം എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല, അവർക്ക് മോക്ഷം കിട്ടുന്നു. അപ്പൊ അതാണ് ഈ ശ്ലോകത്തില് പറയുന്നത്. അപ്പൊ നമുക്ക് ശ്ലോകം ഒന്നുകൂടി വായിക്കാം കേട്ടോ. തസ്യ ജക്ഷിതി പയോ മഹോ നിലത്യോ മഹത് പ്രകൃതി സപ്തഗാവൃതി തത്തദാത്മകതയാ വിശൻ സുഖി യാതി തേ പദമനാവൃതം വിഭോ. അപ്പോ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.